നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിവാദം കുറെയെങ്കിലും കോടതിയുടെ ഇടപെടൽ മൂലം കെട്ടടങ്ങിയെങ്കിലും ഇപ്പോഴും ഹണി റോസിനെതിരെയുള്ള ബോഡി ഷെയ്മിങ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആളുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാവരും ഒന്നുമല്ല, ഇത് വളരെ ചുരുക്കം ചില ആളുകൾ. പെയ്ഡ് ന്യൂസുകളാണ് എന്നുള്ളത് കണ്ടാൽ അറിയാം. അതുമാത്രമല്ല, വരുന്ന കമന്റുകളും ട്രോളുകളും ഒക്കെ കാണുമ്പോൾ ഇത് ആര് എങ്ങനെ പറഞ്ഞിടിയിക്കുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ഈ വാർത്ത, അതായത് ഒരു കഥയാണ് പറയുന്നത്, കഥയല്ല, നടന്ന സംഭവമാണ് പറയുന്നത്. സാറ ബെട്ടുമാൻ എന്ന വിധുബമൊക്കെ തടിച്ച അടിമത്തത്തിന്റെ ഒരു പ്രതീകമായിരുന്ന ഒരു സ്ത്രീ ബോഡി ഷെയ്മിങ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നു. സാറ ബെട്ടുമാൻ 1789 ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് എന്ന സ്ഥലത്ത് ജനിച്ചു. കാലിമേയിച്ചും കൃഷി ചെയ്തും ജീവിച്ചു പോകുന്ന ഗുഹാവാസികളായിരുന്നു അന്ന് അവരുടെ ഗോത്രം. സാറയ്ക്ക് 2 വയസ്സായിരുന്ന കാലം അവരുടെ അമ്മ മരിച്ചുപോയി. 4 വയസ്സായപ്പോഴേക്കും അപ്പനും അമ്മയും സാറയുടെ ഏക മകൾ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. ഭർത്താവ് പിന്നീട് ഒരു ഡച്ച് അധിനിവേശക്കാരനാൽ കൊല്ലപ്പെട്ടു. പൂർണ്ണമായ അനാഥത്വം. ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. ഉപജീവനാർത്ഥം വീട്ടുവേലകൾ തേടി സാറ കേപ്പ് ടൗണിലേക്ക് പോയി. സാറയുടെ കോയ് ഗോത്രവർദ്ധക്കാരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നിതംബം അല്പം വണ്ണം കൂടിയ രീതിയിലായിരുന്നു. എന്നാൽ സാറയ്ക്കാകട്ടെ അതിലുമേറെ അസാധാരണമായ നിതംബ വളർച്ചയാൽ ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും നിതംബത്തിൽ അസാധാരണമായി കൊഴുപ്പടിഞ്ഞ് വണ്ണം വെക്കുന്ന ആ അവസ്ഥയ്ക്ക് സ്റ്റീറ്റോപീജിയ എന്നാണ് പേര്. സാറ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമസ്ഥൻ പീറ്റർ സോസയുടെ വീട്ടിലേക്ക് ഒരു ദിവസം 2 അതിഥികൾ വന്നെത്തി. പീറ്ററിന്റെ സഹോദരൻ ഹെൻറിക്ക് സീസറും അയാളുടെ സുഹൃത്ത് വില്യം ഡൺലപ്പും. സാറയുടെ ശരീരഘടനയിൽ ആകൃഷ്ടരായ അതിഥികൾ അവളെ ലണ്ടനിൽ എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. വിവിധങ്ങളായ പ്രദർശന വേദികളുടെ കൂടാരങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു അക്കാലം ലണ്ടൻ നഗരം. ഏതെങ്കിലും ഒരു പ്രദർശനശാലയുടെ ഉടമയായിരിക്കുക എന്നത് ഒരു സാമൂഹിക ഔന്നത്യമായി കൊണ്ടാടപ്പെട്ടിരുന്ന കാലം. അത്തരമൊരു വേദിയിൽ അസാധാരണ നിതംബ വളർച്ചയുള്ള സാറയെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. ഇംഗ്ലീഷ് ഭാഷയിൽ സാറയ്ക്ക് വായിച്ചറിയാനാകാത്ത വിധം തയ്യാറാക്കപ്പെട്ട ഒരു കരാറിലെ ഒപ്പുബലത്തിൽ 1810 അവർ സാറയെ ലണ്ടനിലെത്തിച്ചു. സാമാന്യം തടിച്ച നിതംബം എന്നത് അന്ന് സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായി കരുതിയിരുന്ന യൂറോപ്യർക്കിടയിൽ സാറയും അവളുടെ നിതംബവും ചൂടുള്ള വാർത്തയായി. സാറയുടെ അവയവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഒരുക്കി. പ്രദർശന നടത്തിപ്പുകാർ കാണികളെ ക്ഷണിച്ചു. അവളുടെ ഉയർന്ന നിതംബത്തിന്റെ നഗ്നചിത്രങ്ങളാൽ ലണ്ടൻ നഗരഭിത്തികൾ അതിന്റെ നഗ്നത മറച്ചു. ഒട്ടകപ്പക്ഷിയുടെ തൂവലുകൾ പിടിപ്പിച്ച ഇറുകിയ വസ്ത്രത്തോടെ അർദ്ധനഗ്നയായി അണിയിച്ചൊരുക്കപ്പെട്ട സാറയെ ഒരു മൃഗത്തെ എന്നതുപോലെ ഇരുമ്പ് കൂട്ടിലാണ് വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരുന്നത്. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ ചാട്ടവാറടിച്ചും ഇരുമ്പ് തോട്ടിയാൽ അഴികൾക്കിടയിലൂടെ കുത്തിയും അവളെ പുറത്തു ചാടിച്ചു. അത് കാണാൻ ഇരമ്പിയെത്തിയ ജനക്കൂട്ടം ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെയും ആർപ്പുവിളികളോടെയും സാറയെ എതിരേറ്റു. സമ്പന്നരുടെ വീടുകളിലെ സ്വകാര്യ പ്രദർശനങ്ങളിലേക്കും സാറ തെളിച്ചു കൊണ്ടുപോകപ്പെട്ടു. പുരുഷ നേരം പോക്കുകളുടെ ഏറ്റവും വിലപിടിച്ച കളിപ്പാട്ടമായി സാറ. നിറവും രൂപവും നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന പെൺസദസ്സുകൾക്കും അവൾ കാഴ്ചമൃഗമായി. മനുഷ്യനോ അതോ ഉറാങ്ങുട്ടാനോ എന്ന ബലിത കൗതുകം നിറഞ്ഞ മുഖചേഷ്ടകളാലെ സദസ്യർ സാരയെ എതിരേറ്റു. 1807 ലണ്ടനിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു. സാറ ബെട്ടുമാൻ പ്രദർശനത്തിന് കാണികൾ കുറഞ്ഞതോടെ അവളെയും കൊണ്ട് സംഘാടകർ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും പ്രദർശന യാത്രകൾ സംഘടിപ്പിച്ചു. പ്രദർശന ഷോകൾക്ക് വിലക്ക് വന്നേക്കാമെന്നതോടെ 1814 സീസർ സാറയുമായി പാരീസിലേക്ക് പുറപ്പെട്ടു. അവിടെ അവൾ മദ്യപാനശാലകളിലെ മുഖ്യ അതിഥിയായി. ഉന്നതരെ ആകർഷിക്കാൻ നിയോഗിതയായി.
സീസർ അവളെ ഒരു മൃഗ പ്രദർശനശാലക്കാരന് കൈമാറി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി. ഏകാന്തതയും വിഷാദവും നിർബന്ധിത വ്യഭിചാരവും സാറയെ നിത്യ മദ്യപാനിയാക്കി. വംശീയ ശാസ്ത്ര പഠനങ്ങളുടെ തുടക്കമായിരുന്നു അത്. അതിനായി സാറയുടെ ശരീരഘടന വരച്ചെടുക്കാൻ വന്ന ശാസ്ത്രകാരന്മാർക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ സാറ വിസമ്മതിച്ചു. അത് തന്റെ അന്തസ് കെടുത്തുന്ന ഒന്നാണെന്ന് സാറ വിശ്വസിച്ചു. 1815 ഡിസംബർ 29 പാരീസിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ സാറ അവളുടെ 26-ാം വയസ്സിൽ മരിച്ചു വീണു. മരിച്ചിട്ട് മുടുങ്ങിയില്ല അവളേറ്റ പീഡനങ്ങളുടെ അമ്പുമുനകൾ. സാറയുടെ നിതംബവും ഗുഹ്യഭാഗങ്ങളും തലച്ചോറും മാംസം പിഴുതെടുത്ത അസ്ഥികൂടവും ഫ്രാൻസിലെ മ്യൂസിയം ഓഫ് മാൻ, അതാണ് ആ മ്യൂസിയം, പ്രദർശനത്തിന് വെക്കപ്പെട്ടു. അതിനൊപ്പം അവളുടെ പ്ലാസ്റ്റർ പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പൂർണ്ണകായ ശില്പവും. 1815 മുതൽ 1974 വരെ അതവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. 1994 നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലം സാറയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു. 8 വർഷങ്ങളാണ് ആ നടപടിക്രമങ്ങൾ പൂർണ്ണമാകാനായി എടുത്തത്. ഒടുവിൽ 192 വർഷങ്ങൾക്കു ശേഷം 2002 അറുത്തു മാറ്റപ്പെട്ട നിതംബമായും ഗുഹ്യഭാഗമായും മാംസം പിഴുതെടുക്കപ്പെട്ട അസ്ഥികൂടമായും അതിനെ അനുഗമിച്ച പഴകിയ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമയായും സ്വന്തം മണ്ണിലേക്ക് സാറ ബെട്ടുമാൻ തിരിച്ചെത്തി. ഉചിതമായ വരവേൽപ്പാണ് ആ തിരിച്ചുവരവിന് മണ്ടേല ഒരുക്കിയത്. ഹെൻഗിയിലെ കുന്നിൻപുറത്തെ സ്വച്ഛന്ത ശാന്തമായ ഇത്തിരി മണ്ണിൽ എണ്ണമറ്റ വർണ്ണവറിയന്മാരിൽ തൊട്ടും തലോടിയും ഭോഗിച്ചും മലിനമാക്കപ്പെട്ട ശരീരാവശിഷ്ടങ്ങൾ അലിഞ്ഞമർന്നു. അതിനുമേതെ എഴുന്നു നിന്ന കരി മാർബിൾ ഫലകത്തിൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ടു. സാറാ ബെട്ടുമാന്റെ മടക്കത്തിലൂടെ ആ ജീവിതത്തിലേക്കൊരു നോട്ടം എത്തിക്കുകയും സ്വഗോത്രങ്ങളിലെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അന്തസ് ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് മാതൃരാജ്യം. ശമിക്കാത്ത വർണ്ണവെറി അവിടെയും തീർന്നില്ല. 2015 ഏപ്രിൽ 25 ശനിയാഴ്ച ആ ശിലാഫലകത്തിനുമേൽ വെള്ളച്ചായമൊഴിച്ച് വികൃതമാക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞ് മണ്ണടിഞ്ഞു കഴിഞ്ഞ് എന്നെല്ലാം ഒരു ജീവിതത്തിന്റെ പല കാലങ്ങളിൽ സാറയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്ര വർണ്ണവെറിയും അന്തസ്സുകടലുകളും ഭൂമിയിലെ മറ്റേതു മനുഷ്യന് ഏറ്റുവാങ്ങപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ജനനകാലം മുതൽ 226 വർഷങ്ങളുടെ അപമതിപ്പ് എത്ര കഴുകിയാലും തീരാത്ത പാപക്കറകളുടെ ജനിത രൂപങ്ങളാണ് നമ്മൾ മനുഷ്യർ. സാറയുടെ ജീവിതത്തെ അവലംബിച്ച് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറെ പ്രസിദ്ധമായ ബ്ലാക്ക് വീനസ് എന്ന പുസ്തകത്തിന് 2010 അതേ പേരിൽ ചലച്ചിത്ര ഭാഷയും വന്നിട്ടുണ്ട്. അന്തരിച്ച ബ്രിട്ടീഷ് മഹാരാജ്ഞിയുടെ ശവമടക്കുനാളിൽ ബ്രിട്ടൻ 100ഓളം വിമാനങ്ങൾ റദ്ദു ചെയ്യുകയാണ് എന്ന വാർത്ത വന്നിരുന്നു. ആ വാർത്ത നമ്മളെല്ലാവരും കണ്ടതുമാണ്. അത്രയ്ക്കും നിശബ്ദമായിരിക്കണം ആ ദിവ്യമായ ചടങ്ങെന്നാണ് അടുത്ത വരി. അല്ലയോ മഹാറാണി, മണ്ണടിയുന്നേരവും ഒരു കാഞ്ഞിരവേര് നിങ്ങളുടെ ശവക്കുഴി വരെ നീണ്ടെത്തും. അങ്ങ് ദൂരെ ഹെൻഗിയുടെ കുന്നിൻപുറങ്ങളിൽ നിന്നിറങ്ങി അത് ഗാംടൂസ് നദി മുറിച്ച് കടക്കുക തന്നെ ചെയ്യും. ഒരുപാട് കാലങ്ങൾക്കിപ്പുറം നിന്നുകൊണ്ട് ആദരാഞ്ജലികൾ, പ്രിയപ്പെട്ട മാമ സാറ. ഇതുപോലെയാണ് നമ്മളുടെ ശരീരത്തിന് അല്പമെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ വലിപ്പ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യം കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ ബോഡി ഷെയ്മിംഗ് ആക്കി മാറ്റി സമൂഹത്തിന് മുമ്പിൽ മോശക്കാരായി വലിച്ചു കാണിക്കാൻ, മോശക്കാരായി വരച്ചു കാട്ടാൻ, അവരെ അധിക്ഷേപിക്കാൻ, അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കാൻ, ആ അനുവദിക്കാതിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ പല ശിഖണ്ഡികളും ചാനലുകളിലൊക്കെ വന്നിരുന്നു മോങ്ങുന്നത് കാണാൻ നമ്മുടെ ഈ നൂറ്റാണ്ടിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.